ഇപ്പോൾ ഡിഫൻസ് PRO അതുൽ പിള്ള ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ അതുൽ പിള്ള, നമുക്കിപ്പോൾ ഈ അപകടം സംബന്ധിച്ച് എന്ത് വിവരങ്ങൾ ഇപ്പോൾ ജനത്തിന് നൽകാനാകും? കോസ്റ്റ് ഗാർഡിന്റെയും ഇന്ത്യൻ നേവിയുടെ അസറ്റ്സ് ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓൾറെഡി ഏരിയയിൽ കോസ്റ്റ് ഗാർഡിന്റെയും ഇന്ത്യൻ നേവിയുടെയും ഡോണിയർ എയർക്രാഫ്റ്റ്സ് ഫ്ലൈ ചെയ്യുന്നുണ്ട്. എത്ര സമയം കൊണ്ട് അവിടെ എത്തിച്ചേരും? അവിടെ ഓൾറെഡി ആ ഏരിയയിലുണ്ട്. 10:30 ഫസ്റ്റ് ഇൻഫോർമേഷൻ ഇവിടെ കിട്ടുന്ന മാരിടൈം ഓപ്പറേഷൻ സെന്ററിൽ കൊച്ചിയിൽ കിട്ടുന്ന ഇൻഫോർമേഷൻ 10:30. അപ്പം ആ ഏരിയയിലോട്ട് INS സൂറത്ത് എന്ന് പറഞ്ഞ ഷിപ്പ് വരുമായിരുന്നു. ആ ഷിപ്പിനെ ഏരിയയിലോട്ട് ഡൈവേർട്ട് ചെയ്തു. പിന്നെ കോസ്റ്റ് ഗാർഡിന്റെ വെസൽസും അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനം തുടങ്ങി അല്ലേ? തുടങ്ങി. ആ ഏരിയയിലോട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് ആദ്യം ക്രൂനെ രക്ഷപ്പെടുത്തു വന്ന. ഈ 18 പേരാണ് കടലിൽ ചാടിയത് അല്ലേ? എക്സാക്ട് ഫിഗേഴ്സ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വൺസ് അത് ടൂറിലോട്ട് കിട്ടുവാണെങ്കിൽ എനിക്ക് ഒഫീഷ്യലി പറയാൻ പറ്റും. എന്ത് തരം ചരക്കാണ് എന്നതിൽ വ്യക്തതയുണ്ടോ? കണ്ടെയ്നേഴ്സ് ആയിരുന്നു എല്ലാം. ടോട്ടൽ 22 ക്രൂ ആയിരുന്നു. അതിൽ 18 4 അതെനിക്ക് അറിയാൻ വയ്യ. അത് അങ്ങനെ ഒരു കണക്ക് വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ എന്ത് തരം ചരക്കായിരുന്നു അത്? ഈ കത്ത് പിടിച്ചത് എങ്ങനെയാണ് എന്നതിന്റെ വിവരങ്ങളുണ്ടോ? എങ്ങനെ തീപിടുത്തം ഉണ്ടായി? ഒരു ഫയർ ഇൻസിഡന്റ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതെ എങ്ങനെ ഈ ഫയർ ഇൻസിഡന്റ് ഉണ്ടായെന്നത് ആ ക്രൂവിനെ പറയാൻ പറ്റുള്ളൂ. ഈ കണ്ടെയ്നറുകളും വെള്ളത്തിലേക്ക് വീണല്ലോ. 20 കണ്ടെയ്നറുകൾ. കുറച്ച് കണ്ടെയ്നേഴ്സ് എയറിന് പൈലറ്റ്സിന് കുറച്ച് കണ്ടെയ്നേഴ്സ് വെള്ളത്തിൽ കാണാം. അത് എന്ത് സ്വഭാവത്തിലുള്ളതാണെന്ന് ഇപ്പോൾ വ്യക്തമല്ല അല്ലേ? അതെ. ഇപ്പോ ഈ ഡോണിയർ വിമാനം എപ്പോഴെത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്? കോസ്റ്റ് ഗാർഡ് ഓൾറെഡി 2 സോർട്ടി ചെയ്തിട്ടുണ്ട് ആ ഏരിയയിൽ. ഇപ്പൊ 3ാമത്തെ സോർട്ടി പോയിക്കൊണ്ടിരിക്കുക. പിന്നെ നേവിയുടെ ഡോണിയർ ഓൾറെഡി ആ ഏരിയയിലുണ്ട്. അവരും അസസ്മെന്റ് ചെയ്തോണ്ടിരിക്കുക. ഈ കപ്പൽ സ്ഥിരമായി ഇങ്ങോട്ട് വരാറുള്ള ചരക്ക് കപ്പലാണോ? അതറിയാം മാഡം. മർച്ചന്റ് ഷിപ്പിംഗിന്റെ ആൾക്കാരെ പറയാൻ പറ്റുള്ളൂ. ഇത് മുംബൈയിലേക്ക് വരുന്ന ആയതുകൊണ്ട്, കൊളംബോയിൽ നിന്നായതുകൊണ്ട് ഇന്ത്യക്കാരും ഉണ്ടാകുമോ ജീവനക്കാർ എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ചോദിച്ചത്. അത് നമുക്ക് അറിയാനായിട്ടില്ല അല്ലേ? ഇല്ല ക്രൂ ലിസ്റ്റ് എന്റെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണോ നമുക്കിപ്പോൾ നൽകാവുന്ന ഒരു വിവരം? ഇപ്പൊ ആദ്യം അതിൽ കുറച്ച് ക്രൂ ജമ്പ് ചെയ്തിട്ടുണ്ട് ലൈഫ് റാഫ്റ്റ്സിൽ. അവരെ രക്ഷപ്പെടുത്തിയിട്ട് പിന്നെ പ്രോഗ്രസീവ്ലി അസസ്മെന്റ് ചെയ്യണം. ഇപ്പൊ ഷിപ്പ് അഡ്ജസ്റ്റ് പൊസിഷനില്ല, കൺട്രോളിലല്ല. മീൻസ് ഷിപ്പ് ഇപ്പം അവിടെ തന്നെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അതെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇപ്പോൾ അതിലുള്ള കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ പടരാനുള്ള സാധ്യതയുമുണ്ട്. ഡിപ്പെൻഡ് ചെയ്യാ കണ്ടെയ്നർ എന്തോ ഉള്ളത്. ആ ഒരു ഏരിയ വിൻഡ് പല കണ്ടീഷൻസ് ഉണ്ട് മാം. അത് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അറിയാൻ പറ്റുന്നത്. ഈ താഴത്തെ ഡെക്കിൽ നിന്നാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് കേട്ടത്. ഓക്കെ. ഏതായാലും ഇപ്പോൾ ലഭിച്ച വിവരങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ കഴിഞ്ഞല്ലോ അല്ലേ? അതെ മാം. വളരെ വളരെ നന്ദി ശ്രീ അതുൽ പിള്ള.